ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ് ഇത്തവണയും ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടൽ നടപടികൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. കമ്പനിയുടെ മാനദണ്ഡപ്രകാരമുള്ള ജീവനക്കാരുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയാണ് പിരിച്ചുവിടുക. പുതിയ നീക്കത്തിന്റെ ഭാഗമായി പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർക്ക് അവരുടെ ഓഫീസ് എക്സിറ്റ് ആനുകൂല്യങ്ങൾ അനുവദിക്കപ്പെടില്ലെന്ന് കമ്പനി ജീവനക്കാർക്ക് നൽകിയ കത്തിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. പിരിച്ചുവിടുന്ന ജീവനക്കാർക്ക് ഉടൻ തന്നെ മൈക്രോസോഫ്റ്റ് സിസ്റ്റങ്ങളിലേക്കും അക്കൗണ്ടുകളിലേക്കും കെട്ടിടങ്ങളിലേക്കുമുള്ള പ്രവേശനം നഷ്ടമാകുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ആരോഗ്യ ഇൻഷുറൻസ്, മരുന്നുകൾ എന്നിവയുടെ ആനുകൂല്യങ്ങളും പിരിച്ചുവിടുന്ന ദിവസം അവസാനിക്കും. നിങ്ങളുടെ എല്ലാ ജോലികളിൽ നിന്നും ഉടനടി ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പിരിച്ചുവിടൽ കത്തിൽ കമ്പനി പറയുന്നത്. ഭാവിയിൽ മൈക്രോസോഫ്റ്റിലേക്കുള്ള ജോലി അപേക്ഷകൾ മുൻകാല പ്രകടനവും പിരിച്ചുവിടലിന്റെ അടിസ്ഥാനവും കണക്കിലെടുത്ത് വിലയിരുത്തുമെന്നും കത്തുകളിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാർഡ് കീകൾ, കോർപ്പറേറ്റ് അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകൾ, മൈക്രോസോഫ്റ്റ് ഹാർഡ്വെയർ എന്നിവയുൾപ്പെടെ എല്ലാ കമ്പനി സ്വത്തുക്കളും ജീവനക്കാർ തിരികെ നൽകണമെന്നും കത്തിൽ പറയുന്നുണ്ട്. ഇത് മുൻ ജീവനക്കാർക്ക് കമ്പനിയിലേക്ക് തിരികെ വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു. സുരക്ഷ, എക്സ്പീരിയൻസസ് ആൻഡ് ഡിവൈസസ്, വിൽപ്പന, ഗെയിമിംഗ് എന്നിവയുൾപ്പെടെ ഒന്നിലധികം വിഭാഗങ്ങളിലായാണ് പിരിച്ചുവിടൽ നടക്കുന്നത്. എന്നാൽ പ്രകടനവുമായി ബന്ധപ്പെട്ട ഈ പിരിച്ചുവിടൽ മൊത്തത്തിലുള്ള ജീവനക്കാരുടെ എണ്ണത്തെ കാര്യമായി ബാധിച്ചേക്കില്ലെന്ന് കമ്പനി പറയുന്നു. പിരിച്ചുവിടുന്ന ജീവനക്കാർക്ക് പകരം പുതിയ ആളുകളെ കമ്പനിയിലേക്ക് എടുക്കുമെന്നും മൈക്രോസോഫ്റ്റ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് 2,28,000 മുഴുവൻ സമയ ജീവനക്കാർ മൈക്രോസോഫ്റ്റിലുണ്ട്. 2024 മാത്രം 1,200-ലേറെ ടെക് കമ്പനികളിൽ നിന്നായി 2,60,000 ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം ആളുകളെ പിരിച്ചുവിട്ടത് ഇന്റൽ, ടെസ്ല എന്നീ കമ്പനികളാണ്. പിരിച്ചുവിടപ്പെട്ട ജീവനക്കാർ സ്വകാര്യ ഉപകരണങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നശിപ്പിക്കണമെന്നും രഹസ്യ വിവരങ്ങളുടെ സംരക്ഷണത്തെ സംബന്ധിച്ച മൈക്രോസോഫ്റ്റ് ജീവനക്കാരുടെ കരാർ പാലിക്കണമെന്നും കമ്പനി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.